ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ പരിണിതി ചോപ്ര ഒപ്പം രാജ്യസഭാ മെമ്പറായ രാഘവ് ചെട്ടയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ രണ്ടുപേരും മിസ്മാച്ച് ആണ് എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് പറയാറുള്ളത്, അതായത് ഒരു പൊളിറ്റീഷ്യനെയും ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന്. പിന്നെ എങ്ങനെയാണ് ഈ നേതാവിനെ വിവാഹം കഴിച്ചത്? സത്യമാണ്. ഞാൻ എന്തിനാ പറഞ്ഞെന്ന് വെച്ചാ ഇത്രയും മീം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എത്രത്തോളം വെച്ചാ ഇതിനു മുമ്പ് രാഷ്ട്രീയക്കാരെ പറ്റിയുള്ള എന്റെ ചിന്താഗതി വളരെ വ്യത്യസ്തമായിരുന്നു. എന്റെ മൈൻഡിലെ രാഷ്ട്രീയക്കാരെല്ലാം കുറച്ച് എന്റെ ഏജിലുണ്ടായിരിക്കില്ല. സോ എന്റെ ഇമേജിലെ രാഷ്ട്രീയക്കാര് എങ്ങനെയാണെന്ന് വെച്ചാ ഇദ്ദേഹത്തെ കണ്ട അതുപോലൊന്നും അല്ലായിരുന്നു. സോ അതുകൊണ്ട് ഇദ്ദേഹം ഓക്കെയാണ്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പക്ഷേ ആരാണെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? താങ്കൾ അവരെ എവിടെ വെച്ചാണ് മീറ്റ് ചെയ്തത്? ഇംഗ്ലണ്ടിൽ വെച്ച് ഒരു അവാർഡ് ഫംഗ്ഷൻ നടന്നിരുന്നു. അവിടെ എല്ലാവർക്കും അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവേഴ്സ്. സോ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവേഴ്സ് അവാർഡ് എനിക്ക് കിട്ടി. സോ പൊളിറ്റിക്സ് ആൻഡ് ഗവൺമെന്റ് അവാർഡ് ഇദ്ദേഹത്തിന് കിട്ടി. സോ ഞാൻ ലണ്ടനിലേക്ക് പോയി അവാർഡ് വാങ്ങുമ്പോൾ എന്റെ ബ്രദർ ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അവൻ എന്നോട് വന്ന് തമാശക്കൊരു കാര്യം ചോദിച്ചു, നീ എന്ത് അവാർഡ് വാങ്ങിക്കാൻ വന്നാണ്, അത് എന്ത് അവാർഡ്, ആർക്കൊക്കെയാ കൊടുക്കുന്നതെന്ന് കാഷ്വലായിട്ട് ചോദിച്ചു. സോ ആ സമയത്ത് എനിക്ക് രാഘവനെ അറിയില്ലായിരുന്നു, കാരണം ഞാൻ രാഷ്ട്രീയം ഫോളോ ചെയ്യില്ലായിരുന്നു. ദെൻ ഞാൻ അവനോട് എന്താ പറഞ്ഞെന്ന് വെച്ചാ രാഘവ് ചെഡായി വരുന്നുണ്ടെന്ന്. അപ്പൊ അവന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. കണ്ണൊക്കെ വിടർന്ന് വായി തുറന്നിട്ട് ആര് രാഘവ് ചെഡായി വരുന്നുണ്ടെന്ന്. സോ ഞാൻ അവനോട് ചോദിച്ചു വാട്ട് ഹാപ്പൻഡെന്ന്. അപ്പൊ അവൻ എന്നോടൊരു കഥ പറഞ്ഞു. എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. യുനോ എസ്പെഷ്യലി കോവിഡ് സമയം തൊട്ട് അവര് രാഘവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവര് 2 പേരും രാഘവന്റെ വലിയ ഫാൻസ് ആയിരുന്നു. ദെൻ അവൻ ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. നീ അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും മീറ്റ് ചെയ്യണം, ഒരു ഹായ് പറയണം എന്നൊക്കെ. ഞാനും ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ അവാർഡ് ഫംഗ്ഷന് പോയി ഓർഗനൈസറോട് ഒരു റിക്വസ്റ്റ് ചെയ്തു, ഞാൻ അവാർഡ് വാങ്ങിച്ചോണ്ട് പോവും, പക്ഷേ പോകുന്നതിന് മുമ്പ് ഈ ഷോയിലേക്ക് രാഘവ് ചഡ്ഡ സർ വന്നിട്ടില്ലേ, അദ്ദേഹത്തിനോട് ഒരു 2 മിനിറ്റ് സംസാരിക്കണമെന്ന്. അതിന് അദ്ദേഹം പറഞ്ഞു യാ മാം ഓഫ് കോഴ്സ്. അപ്പോ ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോ ഓർഗനൈസർ എന്താ പറഞ്ഞെന്ന് വെച്ചാ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞായിരുന്നു എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മാം രാഘവ് സാർ നിങ്ങളുടെ പിന്നിൽ തന്നെ ഉണ്ടെന്ന്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ രാഘവ് എന്റെ പിറകിലിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഐ ആം പരിണിതിന്ന് ആൻഡ് മൈ ബ്രദേഴ്സ് ആർ ബിഗ് ഫാൻ ഫോർ യു എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു ഹൗസ് ഇറ്റ്, താങ്ക് യു എന്ന്. ഞാൻ പറഞ്ഞു ശരി സാർ, നമുക്ക് പിന്നെ കാണാമെന്ന്. യൂഷ്വലി നമ്മൾ എല്ലാവരോടും പറയുന്നല്ലേ അതൊക്കെ, പിന്നെ കാണാം, ഫോൺ വിളിക്കാൻ എന്തൊക്കെ. പക്ഷെ അതുപോലൊന്നും ചെയ്യില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു വി വിൽ കീപ് ഇൻ ടച്ച് എന്ന്. എന്തെങ്കിലും തങ്ങൾ ബോംബെയിലെത്തിയാൽ ഉടനെ ഇദ്ദേഹം പറഞ്ഞു ആ നാളെ രാവിലെ തന്നെ മീറ്റ് ചെയ്യലോ എന്ന്. നല്ല കാര്യങ്ങൾ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? നല്ല കാര്യങ്ങൾ വൈകിപ്പിക്കാൻ പാടില്ലല്ലോ. അന്നേരം ഞാനും ഇദ്ദേഹത്തിനോട് പെട്ടെന്ന് തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ തന്നെ ഒരു പയ്യൻ നമ്മളെ വിളിച്ചാ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ എന്റെ 3 മാനേജേഴ്സിനെയും കൂട്ടിയാണ് പോയത്. എന്റെ 3 മാനേജേഴ്സ്, പിന്നെ ഇദ്ദേഹം ഓർഗനൈസറെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നു. ഇത് ഡേറ്റിങ്ങിന് മീറ്റ് ചെയ്യുന്ന പോലെയല്ലായിരുന്നു, ഒരു 10-15 പേര് കൂടെ ടേബിളിൽ ഇരിക്കുന്ന പോലെയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതെന്താ വിചിത്രമായിട്ടുണ്ടല്ലോ, എന്നോട് വരാൻ പറഞ്ഞിട്ട് ഒരു പടയെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. ഞാനൊരു വലിയ മൂവിയുടെ കഥ പറയാം, നിങ്ങൾ കേക്ക്. എന്താണെന്ന് വെച്ചാ ഞങ്ങള് ലോകത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. ലോകത്തെ എല്ലാ കാര്യങ്ങളും, മെഡിറ്റേഷനെ പറ്റി വരെ സംസാരിച്ചു. ഞാൻ സ്കൂബ ഡൈവിംഗ് ചെയ്യുന്നു പറഞ്ഞു, ഇദ്ദേഹം മെഡിറ്റേഷനെ പറ്റി ചോദിച്ചുകൊണ്ടിരുന്നു. എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. ഇതിലെന്താണ് തെറ്റ്? അങ്ങനെ 1 മണിക്കൂർ എങ്ങനെ പോയെന്നേ അറിയില്ല. പെട്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു ദാ നോക്ക്, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, ഞാൻ കഴിക്കാൻ പോവുകയാണെന്ന്. പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി സാർ. പിന്നെ പ്ലേറ്റിലാണെങ്കിൽ ചപ്പാത്തിയും പൊറോട്ട എന്ന് വേണ്ട എല്ലാം എടുത്തോണ്ട് വന്നു. ഞാൻ അങ്ങനെ തന്നെ നോക്കിയിരുന്നിട്ട് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യില്ലേ, ഇനിയും നമ്മൾ കുറച്ച് ഒരിതുണ്ടാവുമല്ലോ, നമ്മൾ ഫുൾ എക്സ്പോസ് ചെയ്യില്ലല്ലോ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ. ഇദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ടുള്ള ആളാണെന്ന് വിചാരിച്ചു. സോ അപ്പോഴാണ് സാർ എനിക്കൊരു പടത്തിന്റെ ഓർമ്മ വന്നത്. ഇദ്ദേഹം കൊണ്ടുവന്ന ഫുഡെല്ലാം ആരെ നോക്കാതിരുന്ന് കഴിക്കാൻ തുടങ്ങി.
ഞാൻ അങ്ങനെ തന്നെ ഇദ്ദേഹത്തെ നോക്കിയിരുന്നു. പിന്നെ ഗൈസ് ഫിലിം സ്റ്റൈലിൽ പറയില്ലേ, അതായത് എന്റെ തലച്ചോറിലൊരു ബെല്ലടിച്ചെന്ന്. ഞാൻ അപ്പോഴേ വിചാരിച്ചു ഇദ്ദേഹത്തെ മാത്രമേ കല്യാണം കഴിക്കൂ. ഐ ജസ്റ്റ് ഡോണ്ട് നോ. പിന്നെ കഥയിലെ ട്വിസ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇദ്ദേഹത്തെ പറ്റി ഒന്നും അറിയില്ലെന്ന്. കാണാൻ വളരെ ഹാൻസം ആയിട്ടിരിക്കുന്നു. മാത്രല്ല ഫുഡിന്റെ ഇൻട്രസ്റ്റും മാച്ചിങ് ആയിരുന്നു. സോ ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു ഞാൻ മേളിലേക്ക് പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഹു ഈസ് രാഘവ് ചട്ട? ഹിസ് രാഘവ് ചട്ട മാരീഡ്? പിന്നെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് രാഘവ് ചഡ്ഡ ഏജ്? കാണാൻ ഇങ്ങനെ ഇരിക്കുന്ന ആള് ഒരു പക്ഷേ 20-25 വയസ്സാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ പയ്യനാണെങ്കിൽ ഇതൊന്നും വർക്കൗട്ട് ആവില്ലല്ലോ. അതുകൊണ്ട് അവിടെ എനിക്ക് എല്ലാ ആൻസറും കിട്ടി. അതിനുശേഷം ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ കിട്ടി. ഇദ്ദേഹം രാഷ്ട്രീയത്തിലാണ്, മെമ്പർ ഓഫ് പാർലമെന്റ്, രാജ്യസഭ. ഇതെല്ലാം ഞാൻ ഗൂഗിളിൽ നിന്ന് കണ്ടുപിടിച്ചു. അതുവരെ എനിക്ക് ഒരു കാര്യങ്ങളും അറിയില്ലായിരുന്നു. താങ്കൾക്ക് രാജ്യസഭ എന്താണെന്ന് അറിയില്ലായിരുന്നു? എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെയാണ് സാർ? എനിക്കറിയാം ഗൈസ്, എനിക്കറിയാം. ഗൂഗിൾ മുഖേനയാണോ മനസ്സിലാക്കിയത്? അതെ, ഗൂഗിളിനറിയാം. എനിവേ ഗൈസ്, ഞാൻ നിറയെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അതുകൊണ്ട് എനിക്ക് എല്ലാം അറിയാം. സോ ഞാൻ കല്യാണം കഴിച്ചാൽ ഇദ്ദേഹത്തെ മാത്രം കഴിക്കുമെന്ന് തീരുമാനിച്ചു. സോ രാഘവ്, താങ്കൾക്ക് പരിണിതി ആരാണെന്ന് വളരെ നന്നായിട്ട് അറിയാം. ഇവരാണ് ഇഷ്ക് സാദയിൽ അഭിനയിച്ച ഹീറോയിൻ എന്നും താങ്കൾക്കറിയാം. താങ്കൾക്ക് ഇക്കാര്യവും അറിയാം. ഹസിത്തോ ഫസി? എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇവരെന്നോട് രാവിലെ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞത് മുതൽ ഞാനും ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതായത് ആ ഒരു ചാൻസ് മിസ് ചെയ്യാൻ പാടില്ല, എന്തായാലും കാണണമെന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ കണ്ടു. പിന്നെ അതിനുശേഷം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞങ്ങളുടെ കണ്ടുമുട്ടലുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. പിന്നെ ഒരു വിദേശത്തേക്ക് പോയി, പിന്നെ വീണ്ടും തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. കറക്റ്റായിട്ട് ഷൂട്ടിങ്ങിന് പഞ്ചാബിലേക്ക് വന്നു. ഞാൻ അവിടെ വർക്ക് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ ഗവൺമെന്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കാണാൻ തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ ആ ഒരു ബന്ധം ഞങ്ങൾക്കിടയിൽ വളരാൻ തുടങ്ങി. അറിയാതെ മീറ്റ് ചെയ്യായിരുന്നോ അതോ ഓപ്പൺ ആയിരുന്നു? തുടക്കത്തിൽ ഒളിഞ്ഞു മറിഞ്ഞൊക്കെയാണ് മീറ്റ് ചെയ്തത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തുടക്കത്തിൽ ഞങ്ങൾ ഒളിഞ്ഞും മറിഞ്ഞൊക്കെ തന്നെയാണ് മീറ്റ് ചെയ്തത്. എൻ്റെ കൂടെ തന്നെ ഒരുപാട് പേരുണ്ടാവും. ഞാൻ അവരോടൊക്കെ പറയും, നിങ്ങളിവിടെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഇരിക്കുക, എനിക്കൊരാളെ കാണാൻ ഒറ്റയ്ക്ക് പോകണമെന്ന്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനപ്പോൾ ബർണാലയിലായിരുന്നു. അപ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടാവും, രാത്രി സാർ ആരെയാണ് കാണാൻ പോകുന്നത്, അത് 8:30 മണിക്ക് ബർണാലയിൽ. ഇവർക്കും ഇവരുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇവരുടെ സെക്യൂരിറ്റീസിനോടൊക്കെ പറഞ്ഞു ഇവരെ ഒന്ന് ഒറ്റയ്ക്ക് വിടാനും എല്ലാവരോടും പോകാനും. അതായത് അവർക്കും ഒരാളെ ഒറ്റയ്ക്ക് കാണാനുണ്ട്. അങ്ങനെ ഇവരും കാറിൽ ഒറ്റയ്ക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കാട്ടിനകത്തോട്ട് പോയിട്ട്, അതായത് എനിക്ക് അറിയാവുന്ന ഒരാളുടെ ഗാർഡൻ ഉണ്ടായിരുന്നു അടുത്ത്. ഒരു മിനിറ്റ് നിങ്ങളുടെ ആലോചന ഒന്ന് പോസ് ചെയ്തേ. ആ ചിന്താഗതി ഒന്ന് റിവൈൻഡ് ചെയ്തേ. കാടിനുള്ളിലല്ല, അതൊരാളുടെ വീടായിരുന്നു. അവിടെ ഗാർഡനാണ്. കാണാനൊരു ഗാർഡ് പോലെയല്ലായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നാൽ, അവരുടെ ഗാർഡനിൽ വെച്ച് മീറ്റ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പിന്നീട് ഞങ്ങൾ ഒരുപാട് തവണ കണ്ടുമുട്ടി. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഒരു തവണ ഗുരുദ്വാരയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരുന്നു. ഞാൻ ഇതിനെപ്പറ്റി ഒരു കഥ പറയാം. ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത് ചണ്ഡീഗഡിലായിരുന്നു മീറ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഷൂട്ടിംഗ് ഒക്കെ തീരുന്ന സമയത്ത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും വളരെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു. സോ ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും എപ്പോഴെങ്കിലും പുറത്തു പോകുകയാണെങ്കിൽ നമുക്ക് ഗുരുദ്വാറിലേക്ക് പോകണമെന്ന്. അതിന് ഇദ്ദേഹം ഓക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഷംഗോർ സാഹിബിക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ ഞങ്ങളെപ്പറ്റി ആർക്കും അറിയില്ലായിരുന്നു. ആ സമയത്ത് എന്നെ ആർക്കും അറിയില്ലായിരുന്നു. സോ ഇദ്ദേഹത്തെ കാണാൻ ആരൊക്കെ വരുന്നു, ആരൊക്കെ മീറ്റ് ചെയ്യുന്നു ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇദ്ദേഹത്തിന്റെ സെറ്റപ്പ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ ഒളിച്ചായിരുന്നു സാർ പോയിരുന്നത്. ഇതുവരെ ആർക്കും അറിയില്ല ദാറ്റ് ഇദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇദ്ദേഹത്തെ എല്ലാരും ചുറ്റി വളഞ്ഞു. സോ ഞാൻ സൈലന്റ് ആയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മുഖമെല്ലാം ഫുള്ള് കവർ ചെയ്ത് ആരും കാണാത്ത രീതിയിലാണ് അന്ന് ഗുരുദ്വാറിൽ ഉണ്ടായിരുന്നത്. അക്കാര്യം ഇതുവരെ ആർക്കും അറിയില്ല. അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ദർശനം കിട്ടി. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ, അത് ഡേറ്റിംഗ് ഒന്നും പറയാൻ പറ്റില്ല, അതൊരു ദൈവഹിതം പോലെ വേണം പറയാൻ. അദ്ദേഹം അവിടെ, ഞാൻ ഇവിടെയായിരുന്നു. ഇക്കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയൂ. ഞാൻ അറിഞ്ഞ മറ്റൊരു കാര്യം, നിങ്ങൾ
ഡേറ്റിംഗ് പോലും അമ്പലങ്ങളിലും ഗുരുദ്വാരയിലായിരുന്നു. ആത്മീയവാദികളല്ലേ? അത് എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ അത് ഞങ്ങൾക്കൊരു ആനുകൂല്യമായിരുന്നു. അവര് ജനിച്ച കുടുംബവും ഒരു ആത്മീയ കുടുംബമായിരുന്നു. എല്ലാവരും ഭയങ്കര വിശ്വാസികളായിരുന്നു. എൻ്റെ കുടുംബത്തിലും അതേ അവസ്ഥയായിരുന്നു. എല്ലാവരും ആത്മീയവാദികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചിന്താഗതിയും ഒരുപോലുള്ളതായിരുന്നു. പരമാത്മാവിന് നന്ദി പറയുവാൻ വേണ്ടി ഞങ്ങൾ ക്ഷേത്രത്തിൽ പോവാറുണ്ട്, ഗുരുദ്വാരയിൽ പോവാറുണ്ട്, അവസരം കിട്ടുമ്പോഴൊക്കെ ഫസ്റ്റ് പോവാറുണ്ട്. ടൈം പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അതെ സാർ. സാർ താങ്കൾക്ക് എല്ലാം അറിയാലോ. അതേത് ഗുരുദ്വാരയാണ്? സാർ ഇത് ഒരു വലിയ ഫണ്ണി സ്റ്റോറിയാണ്. ഞാൻ എപ്പോഴും പറയും ഇതിനെക്കുറിച്ച്. ജീവിതം മുഴുവൻ എനിക്ക് ദൈവത്തിനോടുള്ള വിശ്വാസം, അത് സത്യത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് അതിന്റെ മുഴുവൻ ഫലം എനിക്ക് കിട്ടി. ഫസ്റ്റ് ടൈം പഞ്ചാബില് ഇപ്പോഴും ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞപ്പോ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിതം തുടങ്ങാം, നമുക്ക് കല്യാണം കഴിച്ച് നല്ലൊരു ജീവിതം ആരംഭിക്കാം. ആ സമയത്താണ് ഞാൻ ഗുരുദ്വാറിലേക്ക് പോയത്. അപ്പോൾ ഞാൻ വണ്ടിക്കകത്തായിരുന്നു. എന്റെ എല്ലാ സ്റ്റാഫും വെളിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഫോണിൽ സംസാരിച്ചിട്ട് ഡിസൈഡ് ചെയ്തു നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന്. പിന്നെ സർ, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഗുരുദ്വാറിലേക്ക് പോയി. എനിക്ക് എപ്പോഴും അവിടുന്ന് പ്രസാദം കിട്ടും. അന്നത്തെ ദിവസമാണെങ്കിൽ എന്താണെന്നറിയില്ല, എനിക്ക് 2 വട്ടം പ്രസാദം കിട്ടി. അന്ന് ഞാൻ തീരുമാനിച്ചു ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുമെന്ന്. സോ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്, ഒന്നിച്ച് വളരെയധികം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ താങ്കൾ പരിണിതി അഭിനയിച്ച 5 സിനിമയുടെ പേര് പറയണം. എന്റെ ഈശ്വര സാർ, 5 പടങ്ങൾക്ക് പകരം ഇവളെ പറ്റി ഒരു 50 വാക്കുകൾ പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും. പക്ഷേ ഇവളുടെ പടങ്ങളുടെ പേര് എനിക്കറിയില്ല സാർ. ഞാനും അതിനെ കാത്തിരിക്കുന്നത്. എന്റെ നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഞാൻ ഉറപ്പായിട്ടും ശ്രമിക്കാം. പേര് പറ, പേര്. ഇഷ്ക് സാദേ, ഇപ്പോഴല്ലേ ഞാൻ താങ്കളോട് പറഞ്ഞത്. ഊഞ്ചായി, ഊഞ്ചായി, ഗോൽമാൽ അഗൈൻ, ഗോൽമാൽ അഗൈൻ, ചംകീല, ചംകീല, ഗേൾ ഓൺ ദ ട്രെയിൻ, അസീത്തോ ഫാസി, കേസരി. ഓ എങ്ങനെയുണ്ട്? ഞാൻ വാവ്. പറഞ്ഞില്ലേ, നോക്കിയേ. ശരി, താങ്കൾ ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലെ 5 ലീഡേഴ്സിന്റെ പേര് പറയുക. ഓ ദൈവമേ. ഇവർക്ക് അറിയാതിരിക്കാൻ വഴിയില്ല. അരവിന്ദ് കെജ്രിവാൾ, കറക്റ്റ് അല്ലേ? മനീഷ് സിസോഡിയ. ഇല്ലില്ല, ചീറ്റിംഗ് ഒന്നും ഞാൻ ചെയ്യില്ല. മനീഷ് സിസോഡിയ, ഭഗവന്ത് മാൻ, ഗോപാൽ റൈറ്റ്, സഞ്ജയ് സിംഗ്. സഞ്ജയ് സിംഗ്. ആഹാ, 5 കിട്ടിയല്ലോ. അതെ. ഈ ടെസ്റ്റിൽ നിങ്ങൾ രണ്ടുപേരും പാസ്സായിരിക്കുകയാണ്. താങ്ക് യു സാർ. രാഘവ്, ഇവിടെ നോക്കുകയാണെങ്കിൽ ധാരാളം പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട്. അവര് സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാര്യമാരെ പാർലമെന്റ് മെമ്പേഴ്സ് ആക്കും. നവജോത് സിംഗ് സിദ്ധു അദ്ദേഹത്തിന്റെ ഭാര്യയെ പാർലമെന്റ് മെമ്പറാക്കി. ലാലുജി അദ്ദേഹത്തിന്റെ ഭാര്യയെ ചീഫ് മിനിസ്റ്റർ ആക്കി. താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? സാർ, എനിക്കെന്താ തോന്നുന്നു വെച്ചാ അവരവരുടെ ജോലികൾ അവനവൻ തന്നെ ചെയ്യണം. കാരണം അവനവന്റെ ജോലി അവനവൻ ചെയ്താലേ നന്നാവൂ, മറ്റുള്ളവർ ചെയ്താൽ നന്നാവില്ല. പിന്നെ ഞങ്ങളുടെ പ്രൊഫഷനിൽ ഞങ്ങളുടെ ജോലി നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് പേർ ആക്ടിങ് ചെയ്യും. അതായത് ഒരുപാട് പേർക്ക് ആക്ടിങ്ങിനുള്ള കഴിവുണ്ട്. ബിക്കോസ് ഇവരുടെ ലോകത്ത് എത്രമാത്രം ആക്ടിങ്ങും എത്രമാത്രം ഡ്രാമയും ഉണ്ടോ അത്ര തന്നെ ആക്ടിങ്ങും ഡ്രാമയും ഞങ്ങളുടെ രാഷ്ട്രീയത്തിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് രാഷ്ട്രീയത്തിൽ വരാൻ എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ. പിന്നെ എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവർക്ക് രാഷ്ട്രീയത്തിൽ വരാൻ ഇതുവരെ താല്പര്യമൊന്നും ഇല്ല എന്നാണ് സാർ. അവർ വരാൻ സാധ്യതയില്ല. സാർ, ഞാൻ ഓൾറെഡി ഹോം മിനിസ്റ്റർ ആണല്ലോ. അതെ, എന്റെ ഹോം മിനിസ്റ്ററായി മാറിയല്ലോ. പക്ഷേ ഒരു പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരും റാമ്പിലേക്ക് ഇറങ്ങിയ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ധാരാളം കമന്റ്സ് ഒക്കെ വന്നിരുന്നു. അതെ സർ. അതിലൊന്ന് എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ മാമൻ ഇനി ഹീറോ ആകാൻ പോവുകയാണ്. അതിലെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ ഇദ്ദേഹം വളരെ ഹാൻസം ആണ്, അതുകൊണ്ട് നിറയെ സിനിമകൾ ലഭിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിനെ മുംബൈയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സിനിമയിൽ ചാൻസ് വാങ്ങിച്ചു കൊടുക്കൂ. ഓ, ഇതൊരിക്കലും നടക്കില്ല സർ. സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം താങ്കളോട് പറയാം. താങ്കൾ വിശ്വസിച്ചേ മതിയാവും. ഞങ്ങൾ വീട്ടിലുള്ളപ്പോൾ ജെന്യുവൻലി രാഷ്ട്രീയ കാര്യങ്ങളോ സിനിമാ കാര്യങ്ങളോ ചർച്ച ചെയ്യാറില്ല. താങ്കൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങള് വളരെ നോർമലായിട്ടും ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. വീട്, അത് ഇത്, ഓർഗനൈസേഷൻ, ഫാമിലി, ഞങ്ങൾ ഇതിലൊക്കെ ബിസി ആയിരിക്കും.
സോ ഞങ്ങളെ കൊണ്ട് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആൻഡ് കഴിഞ്ഞ 12 വർഷമായിട്ട് ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ജോലിയിൽ ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങിയത്. സോ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കരിയർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട് സർ, അതായത് ഞാൻ ഏത് പ്രൊഫഷനിൽ നിന്നാണോ വരുന്നത്, ഏത് ഫീൽഡിൽ നിന്നാണോ വരുന്നത്, അതുപോലെ തന്നെ അവർ വേറെ ഫീൽഡിൽ നിന്ന് വന്നാലും ഇതിൽ ഒരുപാട് സിമിലാരിറ്റികളുണ്ട് സർ. ഞങ്ങളുടെ പ്രൊഫഷനിലും ആക്ടിങ് ചെയ്തേ തീരൂ, ഇവരുടെ പ്രൊഫഷനിലായാലും ആക്ടിങ് ചെയ്തേ തീരൂ. ഞങ്ങളുടെ പ്രൊഫഷനിലും രാഷ്ട്രീയം ചെയ്തേ മതിയാവും. ഞങ്ങളുടെ പ്രൊഫഷനിലും പൊളിറ്റിക്സ് ഉണ്ട്, ഇവരുടെ പ്രൊഫഷനകത്ത് അതിനേക്കാളും പൊളിറ്റിക്സ് ഉണ്ട്. ഞാനത് ഈ അടുത്താണ് മനസ്സിലാക്കിയത്. ഞങ്ങളുടെ പ്രൊഫഷനിൽ വോട്ടേഴ്സ്, അതായത് ജനങ്ങളുടെ മനസ്സ് നമ്മൾ കീഴടക്കണം. ഇവരാണെങ്കിൽ ഓഡിയൻസിന്റെ മനസ്സ് കീഴടക്കണം. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ തോൽക്കും. അതുപോലെ തന്നെ ഇവരുടെ പടങ്ങളും ഒന്നുകിൽ ഹിറ്റാവും അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവും. സോ സിമിലാരിറ്റീസ് ഒരുപാട് തന്നെയുണ്ട്. എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ ഓരോരുത്തരുടെയും ലോകം അത് ഒറ്റയ്ക്ക് തന്നെ സൂക്ഷിക്കണം. ആൻഡ് അറ്റ് എ പേഴ്സണൽ ലെവൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നു. നോക്കൂ, ഇവർ ഡൽഹിയിലെത്തി. അതെ. അവിടെ ധാരാളം പൊല്യൂഷൻ ഉണ്ടെന്നും പറയും. എന്റെ തൊണ്ട അടഞ്ഞു പോയെന്ന് പറയും. അപ്പോൾ അത് പൊളിറ്റിക്കൽ ചോദ്യമാണോ അതോ പേഴ്സണൽ? നോക്കൂ സർ, ഡൽഹിയിൽ എയർ പൊല്യൂഷൻ ഉണ്ടെന്നുള്ള കാര്യം അത് സംശയമില്ലാത്തതാണ്. പിന്നെ ഞാനൊരു വിദ്യാഭ്യാസമുള്ള രാഷ്ട്രീയ നേതാവായതുകൊണ്ട് തന്നെ പുതിയ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഡൽഹിയിൽ നിന്നും എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ പോവുകയാണ്. അതായത് നോർത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അത് ഉപകാരപ്രദമാവും. ഞങ്ങൾ അതിനുള്ള ശ്രമങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ട്. എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ അടുത്ത 2 വർഷത്തിൽ ഡൽഹിയിലേക്ക് വരുന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങളും ശരിയാവും. പിന്നെ എയർ പൊല്യൂഷൻ അവിടെ ഉണ്ടാവില്ലേ. നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ശുദ്ധവായു. അതെ, ഇവര് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ശുദ്ധവായു തന്നെ കിട്ടും. പക്ഷെ ഒരു കാര്യം, എയർ പൊല്യൂഷനെ പറ്റി ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷങ്ങളായിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി ആശങ്കപ്പെട്ടിട്ടുണ്ട്. 2 ഗവൺമെന്റുകളും ഇതിനെപ്പറ്റി ആശങ്കപ്പെടുന്നുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുമുണ്ട്. പിന്നെ ഇത് മുഴുവൻ നോർത്ത് ഇന്ത്യയും ബാധിക്കുന്ന ഒരു കാര്യമാണെന്നും എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഡൽഹിയെ മാത്രം ബാധിക്കുന്നതല്ല. ബാഗൽപൂർ, ലക്നൗ, വാരണാസി, ഭിവാനി, വിദിഷ, നോർത്ത് ഇന്ത്യ മുഴുവനും, ഒരു തരത്തിൽ പറഞ്ഞ നോർത്ത് ഇന്ത്യയെ മൊത്തമായിട്ട് ബാധിക്കുന്ന ഒരു സ്മോക്ക് അത് എല്ലാ ഏരിയയിലും വ്യാപിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കാൻ എല്ലാ ഗവൺമെന്റുകളും ഒന്നിച്ച് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മുൻപ് ഇത് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇതിന് ചില സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. കൃഷിസ്ഥലത്ത് ആ ഗോൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് അലിഞ്ഞു പോകും. അത് ശരിക്കും ഒരു നല്ല സൊല്യൂഷൻ തന്നെയാണ്. ആ സൊല്യൂഷൻ ഡൽഹിക്ക് ഫിറ്റായി. ഇന്നും ഞങ്ങളുടെ ഡൽഹി സർക്കാർ, ഡൽഹിയിൽ എത്രമാത്രം വയലുകളുണ്ടോ, ഏകദേശം 600ഓളം വയലുകളുണ്ട്. അവിടെ ഇതേ രീതി പ്രകാരം തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ സൊല്യൂഷൻസ് പഞ്ചാബിലും ഹരിയാനയിലും വിജയിച്ചിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. പഞ്ചാബിലും പിന്നെ ഹരിയാനയിലും പയറിന്റെ വിളവെടുപ്പ് നടക്കുമ്പോൾ അതിനുശേഷം സ്റ്റെബിൾ, അതായത് കള എന്ന് പറയും, അതിൽ നിന്ന് കർഷകർ പുറത്തു കടക്കാൻ ഒരു 10-12 ദിവസങ്ങളെടുക്കും. 10-12 ദിവസം കൊണ്ട് അവർക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ അടുത്ത വിളവെടുപ്പ് സമയത്ത് ഗോതമ്പിന്റെ വിളവ് വലിയ രീതിയിൽ തന്നെ കുറയും. ഈ ഒരു സൊല്യൂഷന് ഏറ്റവും കുറഞ്ഞത് 4 ദിവസമെങ്കിലും എടുക്കും. സോ 10 മുതൽ 12 ദിവസത്തിനുള്ളിൽ നമ്മൾ കർഷകർക്ക് സൊല്യൂഷൻ കൊടുക്കണം. അത് അത്യാവശ്യമാണ്. അത് ഫൈനാൻഷ്യൽ കോമ്പൻസേഷനിലൂടെ കൊടുക്കാം, അല്ലെങ്കിൽ ഹാപ്പി സീഡിംഗ് മെഷീനിലൂടെ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ഈ വർഷം റിപ്പോർട്ട്സ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് പഞ്ചാബിൽ 70% സ്റ്റെബിൾ ബേണിംഗ് ഇൻസിഡൻസ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതാണ് റിപ്പോർട്ടിന്റെ നിരീക്ഷണം. എല്ലാ ഗവൺമെന്റുകളും ഒന്നിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. സൊല്യൂഷൻ കിട്ടും. പർണീത് മാഡം, താങ്കൾ രാഹുൽ ഗാന്ധിയോട് പറയില്ലേ പൊല്യൂഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് മുംബൈയിൽ വന്ന് താമസിക്കാൻ? സാർ, മുംബൈയിൽ ഇപ്പൊ നിറയെ പൊല്യൂഷനാണ്. എല്ലായിടത്തും വളരെ പൊല്യൂഷനാണ്. ഞങ്ങൾ ആക്ച്വലി ജനുവലി ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ഡൽഹിയിൽ നടക്കുന്ന കാര്യം മാത്രമല്ല, ഞങ്ങള് മുംബൈയെ പറ്റി ഇതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബോംബെ ഒരു കോസ്റ്റൽ സിറ്റിയാണ്. അവിടെ എത്രത്തോളം ഫ്രഷ് എയർ വരണമെന്ന് വെച്ചാൽ ഇനിയും അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് ബിക്കോസ് എല്ലാ സിറ്റിസന്റെ ആക്ഷൻ വെറും ഗവൺമെന്റിന് മാത്രമല്ല, എല്ലാ സിറ്റിസണും ചേഞ്ച് ആകണം. നമ്മുടെ ശീലങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ മാറ്റണം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പൊല്യൂഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതോ ആ ശീലങ്ങളൊക്കെ മാറ്റണം. എന്നാലേ ഇതിന് ശരിയായിട്ടുള്ള സൊല്യൂഷൻ കിട്ടൂ. ഇതുകൊണ്ട് താങ്കളുടെ ഒരേ ഒരു സൊല്യൂഷൻ പറയൂ. ദീദിയുടെ അടുത്തും മാമന്റെ അടുത്തും പോകുന്നത് മാത്രമല്ല. ഇല്ല, ഞാൻ എപ്പോഴും രാഘവന്റെ കൂടെ ആയിരിക്കും ഉള്ളത്. ഇനി ഇന്ത്യ വിട്ട് ഞാൻ ഒരു രാജ്യത്തേക്കും പോവില്ല. എന്നെയും കൂടെ കൊണ്ടുപോകുന്നേ ചാൻസേ ഇല്ല. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? നിങ്ങൾ രണ്ടുപേർക്കിടയിൽ ആരാണ് ഭയങ്കര ലേസിയാ? ലേസിയോ? ആ അതെ, ഞാനാണ് നിങ്ങൾ ലേസി. രണ്ടുപേരിൽ ആരാണ് വഴക്കിടുന്നത്? ഒബ്വിയസ്ലി സ്ത്രീകളല്ലേ എപ്പോഴും വഴക്കിടാറുള്ളത്. എന്താന്ന് വെച്ചാ ഇദ്ദേഹത്തിനെ പോലെ ഒരു ഹാർഡ് വർക്കറെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ സത്യത്തിൽ എന്താ വിചാരിക്കുന്നെന്ന് വെച്ചാ,
ഞാനാണ് വലിയ ഹാർഡ് വർക്കർ എന്ന്. അതിനുശേഷം രാഘവനെ കണ്ടുമുട്ടിയപ്പോ അദ്ദേഹം ഫാമിലിയുടെ കൂടെ ആയിരിക്കട്ടെ അല്ലെങ്കിൽ വീട്ടിലെ ആരുടെയും ബർത്ത്ഡേ പാർട്ടിക്കാട്ടെ ഒരു കാര്യത്തിന് അദ്ദേഹം ഇമ്പോർട്ടന്റ് കൊടുക്കില്ല. അദ്ദേഹത്തിന് ജോലി ഉള്ളപ്പോ ഞങ്ങളുടെ ഏറ്റവും വലിയ കംപ്ലൈന്റ് അതാണ്. താങ്കൾ എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കൂ. ആരാണ് വഴക്ക് വിടുന്നത്? നിങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. കല്യാണത്തിൽ You cannot lie. You have to ഇല്ല. speak to truth. നോക്കൂ, കല്യാണം എന്ന് വെച്ചാൽ എത്തരത്തിലുള്ള ഒരു ബന്ധമാണെന്നാൽ അതിൽ ഒരു വ്യക്തി എപ്പോഴും ശരിയുടെ പക്ഷത്തായിരിക്കും. പിന്നെ രണ്ടാമത്തെ ആൾ, അതായത് ഭർത്താവ് എന്ന് വേണമെങ്കിലും പറയാം. സോ ഇതുപോലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ ചിലപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഓക്കെ ആവും, നല്ല സ്നേഹബന്ധം ഉണ്ടാവും. പക്ഷേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധത്തിലും ചില വിള്ളലുകൾ ഉണ്ടാവാം. അത് ഗവൺമെന്റും പ്രതിപക്ഷവും പോലെ ആയിരിക്കും. അതിൽ ഗവൺമെന്റ് എപ്പോഴും ഇവരാണ്, ഞാൻ എപ്പോഴും പ്രതിപക്ഷമായിരിക്കും. താങ്കൾക്ക് ഇതുവരെ തോന്നിയില്ലേ ഇദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ എല്ലാ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്ന്? സർ, ഞങ്ങൾ ബോംബെ ഡയലോഗ് റൈറ്ററെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു ജോലി കൊടുക്കുമെന്ന് തോന്നുന്നു. ഇദ്ദേഹം തന്റെ സ്കൂൾ ഡേയ്സിൽ ഒരു പ്ലേയിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെയോ? ഇദ്ദേഹം ഇത് ചെയ്ത എനിക്ക് പോലും ക്യാരക്ടർ അറിയില്ലല്ലോ. സുഭാഷ് ചന്ദ്രബോസിന്റേതായിരുന്നു. റിയലി? അതെ സാർ, ഇത് എനിക്ക് പോലും അറിയില്ല. അതെ, എന്റെ ഡയലോഗ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഓ റിയലി സാർ, പറ ഇതെങ്ങനെ മാച്ച് ആവുമെന്ന്. ഞാൻ സ്കൂളിലെ ഡ്രാമയിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഡയലോഗ് ഞാൻ ഇപ്പോഴാണ് കേട്ടത്. कि हाथ मत लगाना नहीं तो गोली मार അതെ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് ശരിക്കും റിലീജിയസും പിന്നെ രാമനെ കാണാനായിട്ട് അയോധ്യയിലോട്ട് എപ്പോഴാണ് പോകുന്നത്? ഓ വളരെ ആഗ്രഹമുണ്ട്, വളരെ ആഗ്രഹമുണ്ട്. റിലീജിയസ് എന്ന് പറയുമ്പോൾ വളരെ. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. ഉം. പിന്നെ എനിക്കെന്താ തോന്നുന്നത് വെച്ചാ ഈ ആത്മീയത പിന്നെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ രണ്ടുപേരും അതിൽ വിശ്വസിക്കുന്നുണ്ട്. ഒരു വലിയ ശിവഭക്തനായ എൻ്റെ അച്ഛൻ കഴിഞ്ഞ 40 വർഷങ്ങളായി രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് വർക്കിന് പോകുന്നതിന് മുന്നേ ശിവലിംഗത്തിൽ ജലധാര നടത്താറുണ്ട്. പിന്നെ ഞാനും കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് കുളിച്ച ശേഷം ഇത് തന്നെയാണ് ചെയ്യാറ്. ശിവലിംഗത്തിൽ ഞാനും ജലധാര നടത്താറുണ്ട്. ഇതിനെ ഒരു ആത്മീയ സൈഡായിട്ട് പറയാം. ഞാനും അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. പിന്നെ ഇതൊക്കെ എൻ്റെ മാത്രം കാര്യങ്ങളാണ്, ഇതൊന്നും പബ്ലിക് അറിയേണ്ട കാര്യങ്ങളാണെന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. ഞങ്ങൾ same ആണ്. അതായത് കഴിഞ്ഞ മാസം എൻ്റെ പിറന്നാളായിരുന്നു. ആ ദിവസം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വാരാണസിയിൽ പോയിരുന്നു ബാബ വിശ്വനാഥിനെ കാണുവാൻ വേണ്ടി. പിന്നെ അവിടെ പൂജ ചെയ്ത് ദൈവത്തെ പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. ഇത് പിന്നെ ആക്ച്വലി ഒരു വിചിത്രമായിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ ഈ കല്യാണമൊക്കെ നടക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ജീവിതത്തിൽ ഒരു കാര്യത്തിലും മാറ്റം കൊണ്ടുവരാൻ പാടില്ലെന്ന്, കല്യാണത്തിന് ശേഷം ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ലെന്ന്. പക്ഷേ ഇതും ഒരു വിചിത്രമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും വളരെ റിലീജിയസ് ആണ്, ദൈവവിശ്വാസികളാണ്, വലിയ വിശ്വാസികളാണ്. അതുപോലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അവരുടെ ചോദ്യം അക്കാര്യത്തിലൊക്കെ എന്താണെന്ന് ഞങ്ങളുടെ വെച്ചാൽ നിങ്ങൾ ചിന്താഗതി രണ്ടുപേരും ഒന്നാണ്. തീർച്ചയായും രാംലല്ല തീർച്ചയായിട്ടും അത് ഉറപ്പായിട്ടും വളരെ ഞങ്ങൾക്ക് നാളത്തെ പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. ആഗ്രഹമാണ്. എപ്പോഴും ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്തായാലും അവിടെ അവിടെ പോകും. ഞങ്ങൾ ഒരു പോകണമെന്നുള്ള പ്രാവശ്യം കാര്യം. പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടതായിരുന്നു, പക്ഷേ അവിടെ പോകാൻ പറ്റിയില്ല. അതിപ്പോഴും പെൻഡിങ് ആണ്. പക്ഷേ ഞങ്ങൾ ഒരു നാൾ പോകും. പറഞ്ഞു വരുമ്പോൾ എനിക്ക് ഇവരെ പറ്റി വളരെ നന്നായിട്ട് തന്നെ അറിയാം. ഞങ്ങൾ വിവാഹിതരായതുകൊണ്ട് ഞങ്ങൾക്ക് പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരേ ഒരു ഫിലോസഫി മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനെപ്പറ്റി ഇവിടെ വെറുതെ പറയുന്നില്ല, പക്ഷെ ഞാൻ ജെനുവിൻലി ഇതിൽ വിശ്വസിക്കുന്നുണ്ട്. लल्लू करे कवलियां रब सिद्धियां पावे. പിന്നെ മനുഷ്യന്മാർക്ക് തെറ്റുകൾ എങ്ങനെയായാലും പറ്റും. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ വഴിയിൽ പോവുകയാണെങ്കിൽ ദൈവം നമ്മളെ നല്ല വഴിയിൽ തന്നെ നയിക്കും. പിന്നെ എല്ലാവരും പറയാറില്ലേ, मेरा आपकी कृपा से सब काम हो रहा है, करते हो तुम कन्हैया, मेरा नाम हो रहा है. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു മാറ്റവും വന്നിട്ടില്ല. രാഘവ്, ഇവിടെ ഒരു സംശയവുമില്ല. അതായത് താങ്കളുടെ ജീവിതത്തിൽ ഇത്രയും ഇൻസിഡൻസ് സംഭവിച്ചിരിക്കുകയാണ്. ദൈവം അല്ലാതെ വേറെ ആർക്കും ഇത് ചെയ്യാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും സാർ, ആരെ കൊണ്ട് അത് നിങ്ങൾ കഴിയില്ല. പറഞ്ഞത് ഞങ്ങൾ അത് സത്യമാണ്. നന്നായി വിശ്വസിക്കുന്നു.